അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലി കുല്ലിൻ വസ്സഹാബതി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, കൂട്ടുകാരെ, നാം ഏവരും നിലകൊള്ളുന്നത് പരിശുദ്ധമായ റമളാനു ശരീഫിലാണല്ലോ. ഈ പുണ്യമാസത്തിൽ നമ്മുടെ ഇലാഹിൻ്റെ ഖുദ്റത്തുകളെ സംബന്ധിച്ച് ചിന്തിക്കുവാനും നമ്മുടെ ആരാധനകളെ നമുക്ക് നന്നാക്കുവാനും നമ്മുടെ അനുഷ്ഠാനങ്ങളെ പ്രതിഫലാർഹമാക്കുവാനും ഉതകുന്ന ചില ഇസ്ലാമിക ചരിത്രങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന വസിയത്തോടെ ഇന്നത്തെ ചരിത്രം ആരംഭിക്കുന്നു. ഇന്ന് നാം പറയാൻ പോകുന്നത് സ്വഹാബി പ്രമുഖനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഒരിക്കൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും ഒരു മുനാഫിഖായ മനുഷ്യനുമായി ഒരു ദീർഘദൂര യാത്ര പോവുകയായിരുന്നു. യാത്രാമധ്യേ രണ്ടുപേരും വളരെയധികം ക്ഷീണിതരായി. അവർ ഒരു ഗുഹയിലേക്ക് കയറി അവിടെ വിശ്രമിച്ചു. വിശ്രമത്തിനൊടുവിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. ഉറക്കത്തിൻ്റെ ഇടയിൽ തന്നെ ആരോ കെട്ടി വരിയുന്നതായി സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് തോന്നി. അവിടുന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്താണ് കാണുന്നത്? ആ മുനാഫിഖായ മനുഷ്യൻ തന്നെ ഒരു കയറുകൊണ്ട് ബന്ധിക്കുകയാണ്. അവിടുന്ന് അയാളോട് ചോദിച്ചു, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ബന്ധിക്കുന്നത്? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, സെയ്ദേ, നിന്നെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നത് എൻ്റെ ശത്രുവായ മുഹമ്മദ് നിന്റെ മിത്രമാകുന്നു. ആയതിനാൽ നിന്നെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ അയാൾ ഉറയിൽ നിന്നും വാൾ വലിച്ചൂരിയെടുത്തു. സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പാഞ്ഞെടുത്തു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മനസ്സുരുകി നാഥനോട് ദുആ ചെയ്തു, നാഥാ, നാഥാ, ഈ കപട വിശ്വാസിയുടെ കരങ്ങളിൽ നിന്നും എന്നെ നീ കാത്തു രക്ഷിക്കണേ നാഥാ. അപ്പോഴതാ കേൾക്കുന്നു, ഒരു വലിയ അശരീരി, സെയ്ദിനെ കൊല്ലരുതേ, സെയ്ദിനെ കൊല്ലരുതേ, സെയ്ദിനെ കൊല്ലരുതേ. മുനാഫിഖായ മനുഷ്യൻ ഗുഹയിൽ നിന്നും പുറത്തേക്കിറങ്ങി നാലു പാടും നോക്കി. പക്ഷേ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അയാൾ വീണ്ടും ഗുഹയിലേക്ക് കയറി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വാളെടുത്തു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു വീണ്ടും അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ മുനാഫിഖിന്റെ കൈകളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ. അപ്പോഴതാ കേൾക്കുന്നു, വീണ്ടും നേരത്തെ കേട്ട അതേ അശരീരി തന്നെ. മുനാഫിഖ് ഗുഹയിൽ നിന്നും പുറത്തേക്കിറങ്ങി വീണ്ടും അവിടെ എല്ലാം നിരീക്ഷിച്ചു. പക്ഷേ അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അയാൾ ഗുഹയിലേക്ക് കയറി ഇത്തവണ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുമെന്ന് ശപഥം ചെയ്തു. എന്നിട്ട് അവിടുത്തെ കൊല്ലാൻ വാളെടുത്തു. സെയ്ദ് റളിയല്ലാഹു അൻഹു മനസ്സു പൊട്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു, നാഥാ, നാഥാ, ഈ മുനാഫിഖായ മനുഷ്യന്റെ കരങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ നാഥാ. അപ്പോഴതാ കേൾക്കുന്നു, വീണ്ടും ഒരു വലിയ അശരീരി, സെയ്ദിനെ കൊല്ലരുതേ, സെയ്ദിനെ കൊല്ലരുതേ, സെയ്ദിനെ കൊല്ലരുതേ. മുനാഫിഖായ മനുഷ്യൻ ഗുഹയിൽ നിന്നും പുറത്തേക്കിറങ്ങി. സുബ്ഹാനല്ലാഹ്, എന്താണ് കാണുന്നത്? ഒരു ആജാനുബാഹുവായ കുതിരക്കാരൻ ഒരു കുന്തവുമേന്തി നിൽക്കുന്നു. ആ കുതിരക്കാരൻ മുനാഫിഖിനെ കുത്തി വീഴ്ത്തി. എന്നിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ചെന്നു സലാം ചൊല്ലി. അവിടുന്ന് സലാം മടക്കി. ആ കുതിരക്കാരൻ ചോദിച്ചു, സെയ്ദേ, നിനക്കെന്നെ മനസ്സിലായോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇല്ല, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ ആഗതൻ പറഞ്ഞു, അന ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ ജിബ്രീലാകുന്നു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഹർഷപുളകിതനായി. ജിബ്രീൽ അലൈഹിസ്സലാം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, സെയ്ദേ,
നീ ആദ്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഞാൻ 7-ാം ആകാശത്തിലായിരുന്നു. നീ രണ്ടാമതായി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഞാൻ 1-ാം ആകാശത്തിലായിരുന്നു. മൂന്നാമതായി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ ഗുഹയുടെ മുന്നിലെത്തിയിരുന്നു. ഞാൻ വന്നപ്പോൾ കണ്ടത് ആ മുനാഫിഖിനെയാണ്. അവനെ അങ്ങ് കൊന്നു. എന്നിട്ട് നിങ്ങളുമായൊന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു സന്തോഷഭരിതനായി. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നും മടങ്ങിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിച്ചാൽ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവൻ നമ്മെ സഹായിക്കുന്നതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആര് എന്നെ തവക്കുലാക്കുന്നോ അവന് ഞാൻ മതി എന്ന് അല്ലാഹു തആല സൂറത്തു ത്വലാഖിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിക്കണം. അവനോട് എപ്പോഴും നിഷ്കളങ്കമായി ദുആ ചെയ്യണം. നമ്മെ എല്ലാവരെയും അല്ലാഹു തആല അവനെ തവക്കുലാക്കി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അടുത്ത കഥയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.